ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഓണം സീരീസ് 2025 പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇന്ന് പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ചെയ്ത് തുടങ്ങുന്നു. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസത്തെ കണ്ടിന്യൂസ് ഷൂട്ടാണ്. അപ്പോൾ ഇന്നത്തെ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയാം. ഇത് പുളിയിലക്കരയിലെ ബോട്ടിൽ ഗ്രീൻ, നല്ല ഡാർക്ക് കരിമ്പച്ചയിലെ സാരി, സെറ്റ് സാരിയാണ്. ഇതും നമ്മൾ ബാലരാമപുരം കേരള ഹാൻഡ്ലൂംസിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, ദറ്റ് ഈസ് വൺ തിങ്. രണ്ടാമത് ഓർണമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ മാല അനുക്കുട്ടിയുടെ ആഭരണം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ആഭരണം സ്റ്റോർ ഇപ്പം മാനുവലായിട്ടും ബൊട്ടിക്കിൽ വന്നാൽ വാങ്ങാൻ പറ്റും. ലേബൽ അനുരാധയിൽ നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സ്പോൺസേർഡാണ്. എനിക്ക് ഈ ഓണം സീരീസ് ഫുള്ള് സ്പോൺസർ ചെയ്തിട്ടാണ് ഞാനിതരുന്നത്. അത് മാത്രമല്ല, കൈരളിയിലെ നമ്മൾ പായസറാണി മത്സരത്തിലിട്ട ഓർണമെൻറ്റ്സും എല്ലാം അനുവിൻ്റെ ആഭരണം കളക്ഷൻസിൽ നിന്നാണ്. ഓക്കെ, നൈസ്. ഇതൊരു ഗ്രീൻ കളറാണ് എടുത്തത്. ഇതിൻ്റെ മെറൂണൊക്കെ ഉണ്ട് കേട്ടോ, റെഡോ, അങ്ങനെ 2-3 കളേഴ്സ് ഉണ്ട്. കുപ്പിവള പിന്നെ എൻ്റെ അമ്മ വാങ്ങിച്ചത് കമ്മൽ. ഇത്രയാണ് ഇപ്പോഴത്തെ പരിപാടി. ഇനി നമുക്ക് തുടങ്ങാമെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ തോരൻ ഉണ്ടാക്കാം. തോരനും ഉണ്ടാക്കാം, മധുരക്കറി ഉണ്ടാക്കാം. തോരൻ ഇതുവരെ നമ്മൾ അങ്ങനെ ഇതിനു വേണ്ടി സദ്യക്ക് കാണിച്ചതല്ല. ബീട്രൂട്ട് തോരനും സദ്യ സ്റ്റൈലിൽ, നമ്മുടെ ഈ ട്രിവാൻഡ്രത്തെ നാടൻ സ്റ്റൈലിൽ ചെയ്യുന്ന ഒരു തോരൻ. പിന്നെ മധുരക്കറി, അതും വ്യത്യാസമാണ്. പൈനാപ്പിളും ഉണ്ട്. ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുള്ള പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റായിട്ട്, അതും നാടൻ രീതിയിൽ, ട്രിവാൻഡ്രം നാടൻ സ്റ്റൈൽ. രണ്ടും ചെയ്താലോ? ഓക്കെ, തുടങ്ങാം. ഓക്കെ, ഞാൻ എല്ലാം എടുത്ത് വയ്ക്കട്ടെ, അരിഞ്ഞ് തുടങ്ങാം. അപ്പോൾ ബീട്രൂട്ട് തോരൻ ആൻഡ് പൈനാപ്പിൾ മധുരക്കറിക്ക് ഇത് ഞാൻ വിചാരിക്കുന്ന ഒരു പകുതി പൈനാപ്പിൾ വേണ്ടി വരും. നല്ല പഴുത്ത പൈനാപ്പിളാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല പൈനാപ്പിളാണ്, വലിയ കുഴപ്പമില്ല. അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് പൈനാപ്പിളൊക്കെ വരുമ്പോൾ വീടിനകത്ത് ഈച്ച വരും. അതേ ഉള്ളൂ പ്രോബ്ലം. ഫ്രൂട്ട്സിൻ്റെ സമയമാണല്ലോ, ഈ മാങ്ങ, ചക്ക ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈച്ച ശല്യം. നമ്മുടെ നീറ്റ് ബേസ്ഡ് ആയിട്ടാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കണ എല്ലാം തന്നെ ഒരു ഫാമിലി, അതായത് ഒരു 10 പേർക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, ഒരു 5-6 പേര്. ഇപ്പം നമ്മൾ വീട്ടിൽ 4-5 പേരുണ്ട്. ഗസ്റ്റ് വന്നാലും ഒരു 10 പീപ്പിൾ കളവെന്ന് വെച്ചോളൂ. ചിലതൊക്കെ 10-ൽ കൂടുതൽ കഴിക്കാം, അച്ചാറ്, ചില കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതിനെ കഷ്ണങ്ങളായിട്ട് മുറിക്കും. വാവ്, നൈസ് ജ്യൂസി പൈനാപ്പിൾ. എനിക്കിഷ്ടം പൈനാപ്പിളിൻ്റെ ഈ നടുക്ക് ഭാഗമാണ്. ഒന്നും ഇല്ലാണ്ട് കിട്ടുന്ന ഈ നടുക്ക് ഭാഗം എന്ത് ടേസ്റ്റ് അറിയാം. മധുരമുണ്ട്. ഒരുപാട് ചെറിയ പീസ് വേണമെന്നില്ല. കാര്യം നമ്മളിത് വേറൊരു കാര്യം ചെയ്യും. സ്ക്വയർസായിട്ട് മുറിച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞെടുക്കാം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തല്ല എടുക്കുന്നത്, ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത് ഈ തോരന്. അപ്പോൾ ബീട്രൂട്ട് സ്കിന്നെല്ലാം മാറ്റി. അതിപ്പോൾ ഒരു വലുതും ഒരു ചെറുതും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നോക്കാം. അതെ, കട്ടിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ സ്ലൈസസ് ആക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്യില്ലേ സാധാരണയായിട്ട്, ചെറിയ സ്ക്വയർസായിട്ട് മുറിച്ചിടാം. ഗ്രേറ്റിംഗ് മെത്തേഡല്ല, ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ഇത് ചോപ്പറിൽ വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. വെജിറ്റബിൾ ചോപ്പർ, മിനി ചോപ്പേഴ്സൊക്കെ കിട്ടില്ല, അതിൽ വേണമെങ്കിൽ ചെയ്യാം. കട്ടിങ് ബോർഡിലാണ് ചെയ്യണമെങ്കിൽ പോലും ഇങ്ങനെ ചെയ്താൽ മതി. സ്ലൈസസ് ആയിട്ട് എടുക്കുക. കംഫർട്ട് അതുപോലെ അരിയാം. ഇതിൽ ഏറ്റവും എളുപ്പം മിനി ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് ജസ്റ്റ് 2 അടി അടിച്ചാൽ മതി, ചെറുതായിട്ട് ചോപ്പായി വരും. അപ്പോൾ എന്തായാലും ഗ്രേറ്റ് ചെയ്യണ്ട. ചോപ്പിംഗ് മെത്തേഡാണ് ഇത്, ഫൈൻലി ചോപ്ഡ്. ഇങ്ങനൊരു മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്യാം. കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കൊത്തിയിട്ട് ഈ ഫൈൻലി ചോപ്ഡിൻ്റെ പരിപാടി ഇങ്ങനെ ചെയ്യാൻ പറ്റും. ബീട്രൂട്ട് തോരൻ. അപ്പോൾ ബീട്രൂട്ട് തോരൻ്റെ പ്രോസസ്സ് അറിയാമല്ലോ. ആദ്യം വേവിക്കാനായിട്ട് വയ്ക്കണം. കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് പറ്റിച്ചെടുത്താൽ മതി.
നമ്മൾ ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ അങ്ങനെ പാടാണ്. അത് കാരണം നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ ആദ്യം ബീറ്റ്റൂട്ട് വേവിക്കാം. അപ്പോൾ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും നമുക്ക് നഷ്ടമാവില്ല. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാം. അച്ചരം ഉപ്പ് ചേർത്തു. ഇനി ഇത് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഒന്ന് ഇളക്കിക്കോട്ടെ. സദ്യയിലൊക്കെ ഈ കളർ ഇത്രത്തോളം വരാണ്ടിരിക്കാനാണ് കുറച്ച് വേവിച്ചിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ച് വറ്റിച്ചെടുത്ത്. നമുക്കിപ്പോൾ ആ ടെക്നിക്കല്ല, നമ്മളിങ്ങനെ ചെയ്യാം. നമ്മൾ വീട്ടാവശ്യത്തിനല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പാത്രം ഒന്ന് അടച്ചിടും. വെന്തുകൊണ്ടിരിക്കുന്നു. വെള്ളമുണ്ട്. നന്നായിട്ട് വേകണം. വെള്ളം വറ്റുന്നവരെ വേവിക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത് ഇച്ചിരി വേഗമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് തോരന് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഏകദേശം 2 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാനിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ജീരകപ്പൊടി വേണം. പിന്നെ കുറച്ച് മുളക് പൊടി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ബീറ്റ്റൂട്ട് പാകത്തിന് വെന്തോ നല്ല വറ്റിയിട്ടിട്ടുള്ള അത് നോക്കിക്കോളൂ. വറ്റി കുഴപ്പമില്ല. ദിസ് ഇസ് ഓക്കെ. ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി എന്താണെന്ന് വെച്ചാൽ അടുപ്പ് കത്തിക്കുന്നു. ഇതിൻ്റെ പ്രോസസ്സ് എൻ്റയർലി ഡിഫറെൻ്റാണ്. ആദ്യം താളിക്കും. ഉഴുന്നുപരിപ്പും കൂടി ഇട്ടിട്ട് താളിച്ചിട്ട് തേങ്ങ ഒന്ന് മൂപ്പിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ വറുക്കും. പിന്നെ അതുപോലെ അതിനകത്തേക്ക് ഇപ്പോൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതല്ല, വറുക്കാണ്ട് പൊടിച്ചത് ജീരകപ്പൊടി, തരിതരിപ്പായിട്ട്, കുഴപ്പമില്ല. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണമെങ്കിലും കുഴപ്പമില്ല. ജീരകപ്പൊടി ചേർക്കും. കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. പക്ഷേ ഇതിൽ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഓക്കെ. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി പച്ചമുളക് ഒരു 3-4 എണ്ണം. ആവശ്യം പോലെ കറിവേപ്പില. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്. ഒരു 3 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത്. ഉഴുന്ന് പരിപ്പിൻ്റെ കളറെല്ലാം മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് തേങ്ങ 2 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും 4 അല്ലി വലിയ അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ചതച്ചത് ചേർത്തു. ജീരകം, നല്ല ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ വരെ ആകാം. 1/2 ടീസ്പൂൺ കുറച്ചുകൂടി ഇട്ട് 3/4 വരെ ആയിക്കോളും, കുഴപ്പമില്ല. പച്ചമുളകാണെങ്കിൽ പച്ചമുളക് ആയിരുന്നില്ല. പക്ഷെ നമ്മളിവിടെ ഈ രീതിയിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്തുള്ളൂ. ഒരു ബ്രൗൺ അങ്ങനെയൊന്നും ആകണമെന്നില്ല തേങ്ങ. അപ്പോൾ തീയലിനൊന്നും വറുക്കുന്ന പോലെയല്ല. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു ഈർപ്പം മാറിക്കിട്ടണം. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് എനിക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. അപ്പോൾ തേങ്ങയിലെ ഈർപ്പമെല്ലാം മാറി ഒന്ന് മൊരിഞ്ഞ് തുടങ്ങണം. ആ കൂട്ടത്തിലാണ് വെളുത്തുള്ളി എല്ലാം മൊരിയുന്നത്. ജീരകം, ബീറ്റ്റൂട്ടിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് വേവിച്ച് വെച്ചത് ചേർക്കാം. വേവിച്ച് ഊറ്റി ചേർക്കുന്നവരുണ്ട്, എന്നാണെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് ചേർക്കാം. യെസ്, അങ്ങനെ ബീറ്റ്റൂട്ട് കംപ്ലീറ്റ് ചേർത്തു. നന്നായിട്ട് മൊരിച്ച തോർത്തിയെടുക്കും. കുറച്ച് നേരം ഇങ്ങനെ അടുപ്പിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ചെറിയ രീതിയിൽ ഇട്ടിരുന്നാലും മതി. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി, മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ കറക്റ്റായിട്ട് വരും. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ചീരത്തോരൻ പോലെയൊക്കെ ഉണ്ട്. തോരൻ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ തോരൻ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ നോക്കിയായിരുന്നു. ഒരല്പം അതും കൂടി ചേർക്കാം. ബീറ്റ്റൂട്ട് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. കുറച്ച് മതി. തേങ്ങ അരപ്പൊക്കെ വന്നപ്പോൾ കുറച്ച് കുറഞ്ഞു. നോക്കിയേ, നല്ല തോർന്ന് വരിക. തോരൻ എന്ന് പറഞ്ഞാൽ തോർന്നിരിക്കണം എന്നാണ്, നല്ല ഡ്രൈ ആയിട്ടിരിക്കണം.
ഇങ്ങനെ തോർത്തിയെടുക്കുകയാണ് വേണ്ടത്. ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ നാടൻ രീതിയിലുള്ളൊരു തോരനും റെഡിയായി കഴിഞ്ഞു. ഇത് ആ ഒരു സ്റ്റൈലിലുള്ളൊരു എന്താ പറയുക, സദ്യവട്ടങ്ങൾ അവർ ചെയ്യുന്ന ഈ രീതിയിലാണ്. ഓക്കെ, ഇതേ മെത്തേഡിൽ ബീറ്റ്റൂട്ട് പോലെ ക്യാരറ്റും ചെയ്യാം. പിന്നെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചെയ്യാം. ബീൻസ് ചെയ്യാം, മിക്സ്ഡ് വെജിറ്റബിൾ ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം സദ്യ 2025 നിങ്ങൾ ഈ ഒരു തോരൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കൂ. എക്സലൻറ്റ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ തോരൻ ഇസ് റെഡി. ഇനി അടുത്തത് മധുരക്കറി, പൈനാപ്പിൾ മധുരക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ പൈനാപ്പിൾ ഞാൻ ചങ്കി പീസസ് ആയിട്ടാണ് മുറിച്ച് ചെയ്യുന്നത്. ഇത് വേവിക്കാനായിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. വേവിച്ച് ഏതാണ്ടൊക്കെ പറ്റുന്ന പോലെ വേവിക്കാം. എന്നിട്ട് അരച്ചെടുക്കാം. അരച്ചാണ് എടുക്കേണ്ടത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. മധുരക്കറി ആണെങ്കിൽ കുറച്ചൊരു എരിവും കൂടി മിക്സ് ചെയ്യും നമ്മൾ. 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതൊന്ന് വേകട്ടെ. വെന്തൊരു ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കരയും കൂടി ഇട്ടിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. അപ്പോൾ നല്ലതായിട്ട് വരണ്ട് വരും. ഒരുപാട് വരണ്ട അല്ല എങ്കിലും ശർക്കരയിലിട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ ശർക്കരയിട്ട് വേവിക്കുന്നതിന് പകരം ഇടയ്ക്ക് വെച്ച് നമുക്ക് ശർക്കരയിൽ നമ്മുടെ പച്ചടിക്ക് വേണ്ട പൈനാപ്പിൾ വെന്തുകൊണ്ടിരിക്കുന്നു. നന്നായിട്ട് വേകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരയ്ക്കാനുള്ളതാണ്. വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റുന്നവരെ വേവിക്കാം. തീ കുറച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പൈനാപ്പിൾ പീസസ് എല്ലാം വെന്ത് കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. ഇതല്പം ഒന്ന് തണുത്തിട്ട് നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ടൊന്ന് അരയ്ക്കണം. അതൊരു കാര്യം. ഓക്കെ, അതൊന്ന് തണുക്കട്ടെ. അതിന് ആ ഒരു സമയം നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. അപ്പോൾ തണുക്കുന്ന സമയം കൊണ്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് മഷി പോലെ. പേസ്റ്റ് ആയിട്ട് അരച്ച് കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിൽ മാറ്റിയിട്ട് നമുക്ക് പൈനാപ്പിൾ ഏതാണ്ട് തണുത്തെന്ന് തോന്നും. പൈനാപ്പിളും കൂടി അരച്ചിട്ട് വരാം. പൈനാപ്പിൾ പീസസും കൂടി അരച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിൾ അരച്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ അതേ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ശർക്കരയും കൂടി പൊടിച്ച ശർക്കരയാണ്. അതുകൊണ്ട് നേരത്തെ ഞാൻ ശർക്കര കഷ്ണമാണെങ്കിലല്ലേ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ചീകിയിട്ടിരുന്നത്. ഇതിപ്പോൾ പൊടിച്ചതാണ്. അതിലിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വെക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പൈനാപ്പിൾ വേവിക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്, അതൊരു പകുതി സ്റ്റേജ് ആകുമ്പോൾ തന്നെ ശർക്കരയിൽ കിടന്ന് വേകണം എന്നാണ്. നമ്മൾ ഇച്ചിരി മാറ്റം വരുത്തിയിട്ടുണ്ട്. ശർക്കര പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അത് ആ ബ്ലെൻഡർ കഴുകിയിട്ട് ഇനി ശർക്കരയും കൂടി ചേർക്കാം. നമുക്കിതിലേക്ക് ശർക്കര പൊടിച്ചത്, പൈനാപ്പിളിൻ്റെ മധുരം ഉണ്ടെങ്കിൽ അതൊന്നും പോരാ കേട്ടോ, അതിന് പുളിയും കൂടി ഉണ്ടല്ലോ. ഇതൊരു അര പൈനാപ്പിളാണ്, അതിനനുസരിച്ചിട്ട് ശർക്കര ചേർക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മെൽറ്റായി ഇതിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരണ്ടോട്ടെ. അത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച് ചേർക്കണം, പേസ്റ്റ് പോലെ അരച്ച തേങ്ങ. അപ്പോൾ ശർക്കരയുടെ കൂടെ കിടന്ന് വേകുന്നു. ഞാൻ നോക്കിക്കോളാം. ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്തില്ലായിരുന്നു, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആയിക്കഴിഞ്ഞു. ശർക്കരയും പൈനാപ്പിളും ഒക്കെ നല്ല ബ്ലെൻഡായി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ അരച്ച അരപ്പും കൂടി ചേർക്കാം. നന്നായിട്ട് യോജിപ്പിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഈ ഒരു ചൂടിൽ കിടന്നാൽ മതി, അല്ലാണ്ട് ഇത് തിളച്ച് മറിയുമൊന്നും വേണ്ട. ജസ്റ്റ് ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക. മധുരം ഒരു 5 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടു. 5-6 ടേബിൾ സ്പൂൺ വേണ്ടി വരും നോക്കിയിട്ട്. അഴുക്കുള്ള ശർക്കര ആണെങ്കിൽ അത് ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ചാൽ മതി. പിന്നെ മധുരം ഉപ്പ് എല്ലാം പാകം.
അപ്പോൾ മധുരക്കറി ഈസ് റെഡി. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ, നെയ്യിലാണ് ഇത് താളിച്ചിടുന്നത്. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം വറുത്തിടും, അതുകൂടാണ്ട് ഒരു താളിപ്പും എല്ലാം കൂടി ചേർത്തിട്ട്. ഓക്കെ, നെയ്യ് ഒഴിക്കുന്നു, നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ്. ഇതാണ് അതിൻ്റെ ഒരു സ്വാദ്. തവണ നെയ്യ് ചൂടായി തുടങ്ങും, താളിച്ചു തുടങ്ങിയല്ലോ. ഓക്കെ, 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി വീഴുന്നു. കറിവേപ്പില, വറ്റൽമുളക്, കറിവേപ്പില, അത് തന്നെ. അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇതെല്ലാം കൂടി ഒന്ന് മുരിച്ച് നേരെ നമ്മുടെ മധുരക്കറിയിലേക്ക് ഇടും. അപ്പോൾ എല്ലാം പാകത്തിന് മൂട്ട് കഴിഞ്ഞു. ഇനി ഇത് നേരെ നമ്മുടെ തീ ഓഫ് ചെയ്തിട്ട് മധുരക്കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്താ മണം എന്നറിയാം, ഇവിടെ നിൽക്കാൻ വയ്യ, അത്ര മണം. സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ പൈനാപ്പിൾ മധുരക്കറി ഈസ് റെഡി. വാവ്, ടേസ്റ്റ്. മധുരക്കറി യമ്മി. എന്താ ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. തോരനും കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഓ, ഇത്രയും ടേസ്റ്റുള്ളൊരു തോരൻ അടുത്ത കാലത്ത് കഴിച്ചിട്ടില്ല. ഞാൻ തന്നെ സ്വയം പൊഴുത്താണ്, അങ്ങനെയല്ല, എക്സലൻ്റ് ആണ്. തയ്യാറാക്കി പോകും. ബീട്രൂട്ട് തോരൻ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് അല്ലാണ്ട് കിട്ടില്ല. സോ നൈസ്, വെരി നൈസ്. പിന്നെ 2 ഐറ്റവും നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു 4 പേർക്ക് 5 പേർക്കൊന്നും അല്ല കേട്ടോ, ഇതൊരു 10-15 പേർക്ക് സുഖമായിട്ട്. അതായത് നമ്മൾ തോരനൊക്കെ ഇത്രയൊക്കെ വിളമ്പുള്ളൂ. ഈ സാധാരണ ഇലയിൽ വിളമ്പുമ്പോൾ 20 പീപ്പിളിന് വേണമെങ്കിൽ അത് വിളമ്പാൻ പറ്റും. എന്നാലും ഒരു 14-15 പേർക്കൊന്ന് കൂട്ടിക്കോളൂ. നമ്മൾ സാധാരണ വേറെ കറികളൊന്നും ഇല്ലാണ്ട് തോരൻ വയ്ക്കുകയാണെങ്കിൽ ഇതൊരു 5-6 പേർക്കേ ഉണ്ടാവുള്ളൂ. നല്ലവണ്ണം നമ്മൾ തോരൻ കാര്യം ഒരു 2-3 കറിയല്ലേ ഉണ്ടാവുള്ളൂ. മധുരക്കറിയും കൂടി പാത്രത്തിലേക്ക് മാറ്റും. കൺസിസ്റ്റൻസി കാണുന്നുണ്ടല്ലോ, ഇതിങ്ങനെ ഇലയിൽ വെച്ചാൽ അത് അവിടെ ഇരുന്നുള്ളൂ, കുഴപ്പമില്ല. ആ ഒരു പാകം. പൈനാപ്പിൾ മധുരക്കറി നല്ല മണം. നെയ്യിൽ താളിച്ചതിൻ്റെ ഒരു ഗുണമാണ്. കഴിക്കുമ്പോൾ നട്ട്സ് കിട്ടും, കിസ്മിസ് കിട്ടും. അതൊരു 50 ഗ്രാം വെച്ച് ചേർത്തോളൂ, അപ്പോൾ കറക്റ്റായിരിക്കും. ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. നമ്മുടെ ഓണം സീരീസ് 2025 നന്നായി പുരോഗമിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തന്നെ വിചാരിക്കണം. തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ ഐറ്റംസൊക്കെ ഒന്ന് പരീക്ഷിക്കണം. നമ്മുടെ പഴയ സീരീസിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണെങ്കിൽ ഇതൊരു ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു നാടൻ ശൈലിയിലുള്ള ട്രിവാൻഡ്രം സദ്യവട്ടങ്ങളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ഇനിയും എപ്പിസോഡ്സ് വരാനുണ്ട്. ഓണം സീരീസ് കഴിഞ്ഞിട്ടില്ല. ലവ് യു ഓൾ.